ഹായ് ഹലോ നമസ്കാരം. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. നമ്മളെല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യുന്നവരാണല്ലേ. പലതരത്തിലുള്ള പെർഫ്യൂമുകളും സ്പ്രേകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ പെർഫ്യൂം യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്ന ഒരു വിഷയമാണിത്. എത്ര നല്ല പെർഫ്യൂം ഇട്ടാലും നമുക്ക് ആ ഒരു സ്പ്രേ ലാസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്മെല്ല് കുറച്ച് നേരം നിലനിൽക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പം നമുക്ക് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്പ്രേ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒരുപാട് പേർക്ക് ഗുണപ്രദമായേക്കാവുന്ന നല്ലൊരു വീഡിയോ ആണ്. ഒരുപാട് സീക്രട്ടുകൾ ഞാൻ ഇതിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, അതുപോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. പെർഫ്യൂം യൂസ് ചെയ്യുമ്പോഴേക്കും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസ് പോയിന്റിലാണ് നമ്മൾ സ്പ്രേ യൂസ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ണാടിയുടെ മുമ്പിൽ വന്ന് നിന്ന് വെച്ച് ഇങ്ങനെ എടുത്ത് പിടിച്ച് ഒറ്റ കറക്കലാണ് അല്ലേ. ഇങ്ങനെ ഒരൊറ്റ കറക്കല, വീഴുന്നിടത്തിലൊക്കെ വീഴും. ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അങ്ങ് പോകും. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ ചെയ്യാം. എന്നാൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുമ്പം കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ പൾസ് പോയിന്റിൽ യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ കഴുത്തിന്റെ ബാക്ക് സൈഡിൽ മെയിൻ പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. നമ്മുടെ കഴുത്തിന്റെ ബാക്ക് സൈഡിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്ക് ഓഫ് ദി ഇയർ, ചെവിയുടെ പുറകിലായിട്ട് യൂസ് ചെയ്യുക. കോളർ ബോൺസിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ കൈൻ്റെ ഈ മടക്കിൽ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം. ബ്രിസ്റ്റിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡ്രസ്സിൽ ഒരു അല്പം സ്പ്രേ യൂസ് ചെയ്താലും അതും നമുക്ക് ഇത് കുറേ സമയം നിൽക്കാൻ വേണ്ടിയിട്ട്, ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചില സ്പ്രേകൾ നമുക്ക് മുടിയിൽ യൂസ് ചെയ്യാം. അത് ഹെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്പ്രേ ആയിരിക്കണം. അത് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യാവുള്ളൂ. ഹെയർ ഫ്രണ്ട്ലി സ്പ്രേകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയിൽ ഒരല്പം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് നമുക്ക് ആ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറിംഗ് ആണ്. ലെയറിംഗ് എന്ന് പറയുമ്പോൾ മറ്റൊന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ലെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഞാനിവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് എൻചാൻഡറിൻ്റെ ഒരു സ്പ്രേ ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ബോഡി ലോഷനുണ്ട്, പൗഡറുണ്ട്, അതുപോലെ ക്രീമുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സെയിം പ്രൊഡക്റ്റുകൾ ഇതുമായിട്ട് കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധിക നേരം നമുക്ക് നമ്മുടെ സ്പ്രേയുടെ എഫക്റ്റ് നമുക്ക് ബോഡിയിൽ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ തക്കതായ ദൂരം പാലിക്കുക. ചിലർ സ്പ്രേ എടുത്ത് വെച്ചും ഇങ്ങനെ ദേഹത്തോട് ചേർത്തല്ലേ അടിക്കുക. ഇങ്ങനെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഞാൻ ഉൾപ്പെടെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ടാണ് ചെയ്യുക അല്ലേ. എന്നാലും ഒരു നിശ്ചിത ദൂരത്ത് നിന്ന് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. 6-8 ഇഞ്ച് ദൂരത്ത് നിന്നിട്ടാണ് സ്പ്രേ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൽ ഒരു അല്പം സ്പ്രേ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് ഞാനിപ്പോൾ പറഞ്ഞു. അതുപോലെ ഇച്ചിരി തിളക്കമുള്ള ചർമ്മത്തിൽ, ഇച്ചിരി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ചർമ്മത്തിൽ നമ്മൾ കൊടുക്കുന്നതാണ് കൂടുതൽ നേരം നിൽക്കാനായിട്ട് ഗുണപ്രദമാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബോഡി ലോഷൻ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പ്രേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നേരം നിൽക്കുകയും ചെയ്യും. ആ ഒരു നല്ല സ്മെല്ല്, ആ പെർഫ്യൂം നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്മെല്ല് ആ ഡേ ഫുള്ള് നിലനിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം EDT പെർഫ്യൂംസും ഉണ്ട്, EDP പെർഫ്യൂംസും ഉണ്ട്. EDP പെർഫ്യൂംസ് ആണ് കൂടുതലും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പെർഫ്യൂം ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? പെർഫ്യൂം ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ടത് നിങ്ങൾക്കറിയാം. എന്നാലും നല്ല ഒരു കോൺഫിഡൻറ്റ് ലുക്കും നല്ല ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു നല്ല പെർഫ്യൂം യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല പെർഫ്യൂംസ്, നല്ല ബ്രാൻഡഡ് പെർഫ്യൂംസ്, നമ്മുടേതായിട്ടുള്ള ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡപ്പ് ചെയ്തെടുക്കാനും ഒക്കെ നമുക്ക് ഈ പെർഫ്യൂംസ് കൊണ്ട് സാധിക്കുന്നതാണ്. നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പോകുമ്പോൾ, ഈവൻ സ്കൂളിലാണല്ലോ കോളേജിലാണല്ലോ അല്ലെങ്കിൽ നമ്മളതായിട്ട് മിങ്കിൾ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഒരു പെർഫ്യൂം യൂസ് ചെയ്തിട്ട് പോയിരിക്കുകയാണെങ്കിൽ നല്ലൊരു കോൺഫിഡൻസോടെ നല്ല നീറ്റായിട്ട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക മൂഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലൊരു പെർഫ്യൂം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പെർഫ്യൂം ഞാൻ പറഞ്ഞ പോലെ തന്നെ പൾസ് പോയിന്റുകളിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വേണ്ടുന്ന ഏരിയയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാത് ഏരിയയിൽ നമ്മൾ ആ സ്പ്രേ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രേ കുറച്ചധികം നേരം ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്മെല്ലിൽ നമുക്ക് ആ ഡേ ഫുള്ള് നമുക്ക് നിലനിൽക്കാനായിട്ടും സാധിക്കും. ഇനി കോമൺ ആയിട്ട് വരുത്തുന്ന ചില മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കായിട്ട് കാണിക്കുന്നത്. വല്ലാണ്ട് അങ്ങോട്ട് യൂസ് ചെയ്യും, സ്പ്രേ ദേഹം മുഴുവൻ തല തൊട്ട് ഇങ്ങനെ അങ്ങോട്ട് വല്ലാണ്ട് കുളിക്കണ മാതിരി സ്പ്രേ ചെയ്യുന്നത്. വളരെ കുറച്ച് മതി, 4-5 സ്പ്രേ അതിൻ്റെ ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ വളരെ അടുത്ത് പിടിച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് തിരുമരുത്. സ്പ്രേ അടിച്ചു കഴിഞ്ഞാൽ അത് വിട്ടേക്കുക. അത് ഡയറക്റ്റ്ലി അങ്ങനെ അബ്സോർബായി അല്ലെങ്കിൽ ഉണങ്ങിപ്പോയിക്കോളും. തിരുമുന്നതാണ് മറ്റൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഇനി സ്പ്രേ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സ്പ്രേ അമിതമായിട്ട് ചൂടേൽക്കുന്നിടത്തോ അതുപോലെ തന്നെ തണുത്ത സ്ഥലത്തോ വെക്കാൻ പാടില്ല. ഈവൻ ഫ്രിഡ്ജിലോ പോലെയോ അല്ലെങ്കിൽ കൂടുതൽ തണുത്ത ഏരിയയിലോ നമ്മളത് വെക്കാൻ പാടില്ല. അതുപോലെ ചൂടധികം ഏൽക്കുന്ന സ്ഥലത്തും വെക്കാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലാണ് സ്പ്രേ കീപ്പ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ അലമാരിയിലോ റൂം ടെമ്പറേച്ചർ ഉള്ള മറ്റു സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്കത് കീപ്പ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാനും പറ്റും. ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് നല്ല ഒരു മണത്തോടെ നല്ല ഒരു സ്മെല്ലോടുകൂടി നമ്മൾ ആഗ്രഹിക്കുന്ന സ്മെല്ലോടെ നമുക്കത് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.